സ്നേഹിതരെ എൻ കൂടപ്പിറപ്പുകളെ. വള്ളിക്കാട് സാജു, എന്തെല്ലാം വിശേഷം? എന്താണ് നിങ്ങളെ ഞാൻ വിളിച്ചിരുന്നല്ലോ, എന്തായി? നോമ്പൊക്കെ എവിടെ വരെ ആയി? പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്താ? സാജു ഇല്ലേ? ഹസൻ സാനിയ, വാജിദ് ഹായ്, ഇസ്മായിൽ, അഹിയാൻ, അബ്ദുൽ ഗഫൂർ, എന്തെല്ലാം വിശേഷം? എല്ലാവരുടെയും സുഖമല്ലേ? ആറാറേ, എന്തെല്ലാം ആറാറേ? സുഖം. എന്തുപറ്റി? എന്തുപറ്റിടാ? എന്തുപറ്റി? സുഖാണ്, സുഖാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ടാണോ സുഖമില്ലാത്ത? പെരുന്നാൾ ഡ്രസ്സ് എടുക്കാത്തതുണ്ടോ സുഖമില്ലാത്ത? ആറാറെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെയാണല്ലോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ആറാറെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കണേ. പറ കേൾക്കട്ടെ എന്ന്. ഇവിടെ പറയാൻ പറ്റില്ല. ഹായ് എം കെ, എങ്ങനെയുണ്ട് എൻ്റെ മാല? ഞാനൊന്നും അറിയുന്നില്ലാന്ന്. നീ പിന്നെ എവിടെയാണ്? സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഗിർ 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 ഗിർ. ഐ ലൈക്ക് ഗിർ 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 ഗിർ. ഹായ് നിസാർ, നിസു. പിന്നെന്താ മാർച്ചേ, കല്യാണത്തിനൊക്കെ തരല്ലോ. എന്താണ് കല്യാണം? മാല സൂപ്പറാണ്. ഹസൻ സാനിയ, താങ്ക് യു താങ്ക് യു. സിംഗിങ് ബേഡ്, നിന്റെ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ വന്ന് ലൈവിലേക്ക്, നിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ലൈവിലേക്ക് കയറിയത്. ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നത് പ്രസാദമൊക്കെ ആയിട്ടൊരു ഗ്രീൻ കളർ സാരിയൊക്കെ കൊടുത്തിട്ട്. കൊള്ളാവോ മാല? കൊള്ളാവോ കമ്മല്? ഞാനിപ്പോ അത് കണ്ട് ജസ്റ്റ് ലൈവിലേക്ക് കയറിയുള്ളൂ. അമ്പലത്തിൽ നിന്ന് ഒരു ഗ്രീൻ കളർ സാരി കൊടുത്ത് അങ്ങനെ. കളിക്കാനില്ല മാല എവിടെ? അപ്പു വാതിലടയ്ക്കപ്പൂ. മുഹറം ഇത് നാട്ടിലാണ്. നാട്ടില് അപ്പൂ അപ്പൂ ഞാൻ ഇന്താനോട് പറയും കേട്ടോ. ഞാൻ പറയും ഇന്താനോട്, ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്താനോട്. ഓക്കെ ഓക്കെ, ഞാൻ ഇന്താനോട് പറയും, അത്രേ ഉള്ളൂ. എനിക്ക് വേണമെന്നാ? എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം. അതിനെന്താ? കൊള്ളാവോടി? രസമുണ്ടാ? സെറ്റാണ്, സെറ്റ്. ഇതും സെറ്റാ. മാളൂട്ടി ഹായ്, സൂപ്പർ, താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്തെല്ലാം വിശേഷം എല്ലാവരുടെയും? ഇൻഷാ അല്ലാ ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. വലൈക്കും സലാം ഹസൻ, വലൈക്കും സലാം. എന്തെല്ലാം? നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ നമ്മളുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു അല്ലേ? അങ്ങനെ നാളെ പെരുന്നാളാവോ? ലിങ്ക് ഇല്ലടാ. എടാ ഇത് ലിങ്ക് കൊടുത്ത് ലിങ്കിൽ നിന്ന് വാങ്ങിയതല്ല, ഇത് കടയിൽ നേരിട്ട് ഡയറക്റ്റ് വാങ്ങിച്ചതാ. ലിങ്ക് ഉണ്ടെങ്കിൽ എപ്പ തന്നെന്ന് വെച്ചാൽ. ബിജുക്ക എന്തല്ല വിശേഷം? ഡ്രാഗൺ താങ്ക് യു സോ മച്ച്. ഡ്രാഗൺ താങ്ക് യു സോ മച്ച്.
മാളൂട്ടി താങ്ക് യു മാളൂട്ടി. സുഖം ബിജുക്ക, അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നു. റമദാൻ കരീം ഡ്രാഗൺ താങ്ക് യു സോ മച്ച്. നല്ല എന്താണ് എന്താ പറയുക, എന്താണ് സിംഹോ ടൈഗറോ പുലിയോ എന്താണ് കങ്കാരോ എന്തൊക്കെയോ ഉണ്ടല്ലോ ഗിഫ്റ്റ്. ഹായ് റിയാസ്. അമീർ ഹാജി A casual conversation in happening in Malayalam and English. Join the chat. Yes, Dragon. Oh, ഞാൻ ചുമ്മാ പറഞ്ഞത്. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. എനിക്കൊരു പൂച്ചനെ പോലും അടിക്കണ്ട. അവിടെ ഇരുന്നാളി പോണ്ട. പിന്നെ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷം? മാളൂട്ടി താങ്ക് യു സോ മച്ച്. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. വാട്സപ്പ് ചെയ്യണേ. അതേപോലെ ലൈവ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ ലൈവ് റീച്ച് ആവും. ഹായ് വൈപ്പൾ, എന്തെല്ലാം വിശേഷം? നിസാർ DXB ഡ്രാഗൺ അത് നല്ലതാണ്. എനിക്ക് കണ്ണിൽ ചോര കുറവാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈത്തപ്പഴം കഴിച്ചാൽ ചിലപ്പോൾ നല്ല ചോര ഉണ്ടാവും. അഹ്ലൻ റോളക്സ് അഷ്റഫ് വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് വിലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ, കുമ്പിക്ക മാമാതം പൊട്ടിയോളമട്ടെ, ഊരിയ വാക്കിന കേട്ട് വെളിപ്പെട്ട്, സംസാരിക സരിക രീമകരി റിംപാരി മകരിക. വേറെന്താ എല്ലാവരും വിശേഷം പറയൂ. ഡ്രാഗൺ താങ്ക് യു സോ മച്ച്. വമ്പുറ്റ ഹംസറലിയല്ല ചാടി ട്രംബിയസുവതിൽ മാറടാ, വളർ നബി മെഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. ഹായ് ഫസിത്ത, ഹായ് 90563. എന്തെല്ലാം വിശേഷം? മണി ഐ സുഹൈബ്. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ മറക്കണ്ട കേട്ടോ. അതുപോലെ നിങ്ങൾ ഡബിൾ ടാപ്പ് അടിച്ചാൽ എൻ്റെ ലൈവ് റീച്ച് ആവും. നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് പരസ്പരം നമ്മുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. അതുപോലെ എനിക്ക് പച്ചീസിൻ്റെ ബിസിനസ് നടക്കും. അങ്ങനെയൊക്കെ. ഇത്ത ക്രീം യൂസ് ചെയ്യുമോ? എന്ത് ക്രീമാണ് റോളക്സേ? എന്ത് ക്രീം യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴൊക്കെ. അത് വെളുക്കുന്ന ക്രീമല്ലോ, ഡാൻഡ്രഫിൻ്റെ ക്രീം. തലയിൽ നിന്ന് ഡാൻഡ്രഫ് പോകാനായിട്ട്. അതെൻ്റെ ഓൺ പ്രോഡക്റ്റാണ്. ഞാൻ ധൈര്യമായിട്ട് യൂസ് ചെയ്യും. അല്ലാതെ വെളുക്കുന്ന ക്രീമില്ല എൻ്റെ കയ്യിൽ. പിന്നെ ഉള്ളത് എൻ്റെ കയ്യിലുള്ളത് പച്ചീസിൻ്റെ ഒരു ആൻറ്റി ഏജിങ് ബോഡി ഓയിലാണ്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റി സ്കിന്നിനെ നല്ല സ്മൂത്തും അതുപോലെ സ്കിന്ന് എപ്പോഴും 24 നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആക്കി വെക്കുന്ന, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ മൂളി പോലെ മൊരി പോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി സ്കിന്നിന് നല്ലൊരു തിളക്കമൊക്കെ നൽകുന്ന ഒരു ആൻറ്റി ഏജിങ് ബോഡി ഓയിൽ. ഷീബ അതൊന്ന് എടുത്തേരോ? അതൊന്ന് എടുത്തേരോ? അയ്യോ പ്രോഡക്റ്റ് കാണിക്കാൻ പറ്റില്ല. വേണ്ട പ്രോഡക്റ്റ് കാണിക്കാൻ പറ്റില്ല. അത് വേണ്ട. അത് എല്ലാ ദിവസവും യൂസ് ചെയ്യും, ഡെയിലി യൂസ് ചെയ്യും. അതെനിക്ക് തോന്നണ ഒരു 4.5 വർഷത്തോളമായി ഡെയിലി യൂസ് ചെയ്യും. വല്ലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ വയ്യാതൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മടി പിടിക്കുമ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ ഇതുവരെ യൂസ് ചെയ്യാതിരുന്നിട്ടില്ല. നെക്ലസ് ഗോൾഡ് ആണോ? അല്ല, മുക്കാണ്. അനിൽ ഹായ്. ഇല്ല സത്യമായിട്ടും കാര്യമായിട്ട് പറഞ്ഞതാ റോളക്സേ, കാര്യമായിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് അത് ഡെയിലി ഉപയോഗിക്കാൻ തോന്നും. അതെന്ന് വെച്ചാൽ ചെറിയോൻ ഹായ്, എന്നെ ഫോളോ ബാക്ക് അവർക്ക് എന്നെ ഫോളോ ബാക്ക് നാട്ടിലോ? ഞാൻ നാട്ടിലല്ല ജാക്സൺ, തീർച്ചയായിട്ടും. പിന്നെ ഞാൻ നാട്ടിലല്ല, ഞാനിവിടെ UAE-യിലുണ്ട്. ഞാൻ നോമ്പ് ഉറക്കാൻ വരട്ടെ. പിന്നെന്താ ചെറിയോനെ, ഇനി എന്നാ വരണമെങ്കിൽ നിങ്ങൾ നാളെ വരണം. ചിലപ്പോൾ മിക്കവാറും നാളെ പെരുന്നാരാവും. എൻ്റെ ഒറിജിനൽ പേര് നാജി. മറ്റേ പാട്ടൊക്കെ പാടുന്ന നാജിയാണോ? 1 വയസ്സായിട്ടുള്ള കുട്ടികൾ മുതൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പ്രായഭേദമന്യേ ആർക്കും ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ്. പാട്ട് പാടുന്ന മൈക്കൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടുന്ന നാജി അല്ലേ? മനസ്സിലായി. പിന്നെ ബോഡി മസാജ് ചെയ്യാം. ഈ ഓയിൽ വെച്ചിട്ട് ബോഡി മസാജ് ചെയ്യാം. നമ്മൾ ഫേസ് മുതൽ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ആൻറ്റി ഏജിങ് ബോഡി ഓയിലാണ്. യൂണിസെക്സ് ആണ്, കുട്ടികൾക്ക് ഉപയോഗിക്കാം.
പിന്നെ അതിൻ്റെ എന്നാലും ഞാൻ ഈ 7 ദിവസം 8 ദിവസം 10 ദിവസം കൊണ്ട് കളർ വയ്ക്കും, അങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നും പച്ചീസിലെ ഒരു പ്രോഡക്റ്റിനും ഇല്ല. പച്ചീസിൻ്റെ പ്രോഡക്റ്റ് തീർത്തും നാച്ചുറലാണ്, ആയുർവേദിക് ആണ്. പെരുന്നാൾ പൂരത്തിൻ്റെ വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. നമ്മളുടെ വിശേഷങ്ങൾ AI സമ്മറി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഈ മൂളി പോലെ മുരി പോലെ ഈ വട്ടത്തിൽ ചില ആളുകളുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഈ നഖം കൊണ്ടൊക്കെ പോറുമ്പോൾ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് സ്ലേറ്റിൽ വരയ്ക്കും പോലെയൊക്കെ വരയൊക്കെ വീഴൂലേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറി സ്കിന്നിനെ നല്ല സ്മൂത്തും അതുപോലെ സ്കിന്നിന് നല്ലൊരു തിളക്കമൊക്കെ നൽകി 24 hour നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. ഈ സാധാരണ ഒരു ബോഡി ലോഷൻ ബോഡി ക്രീമിൽ നിന്നും പച്ചീസിൻ്റെ ആൻറ്റി ഏജിങ് ബോഡി ഓയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബോഡി ലോഷൻ ബോഡി ക്രീമൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ എത്ര കാലം യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു മോയ്സ്ചറൈസിങ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതങ്ങനെയല്ല, നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്തുകൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റിയെടുക്കും. അങ്ങനെയാണ്. എന്നെ ഗസ്റ്റ് എടുക്കുമ്പോൾ 200 ആൾ ആവും, വേഗം വേണം എടുക്ക്. ഇല്ലടാ, ഗസ്റ്റ് ഇല്ല, ഞാൻ പോവാ, ലൈവ് ഇടണം, നിങ്ങൾ ഫോളോ ബാക്ക് ആക്കണേ. അത് ഉറപ്പായിട്ടും ആക്കാം. ഞാൻ വേറൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനില്ലേ എൻ്റെ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആവുന്നത് കൊണ്ട് അങ്ങനെ എൻ്റെ ലൈവിൽ ഗസ്റ്റ് ഉണ്ടാവാറില്ല. എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. മൻസൂർ സമദ് എലോൺ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മോയ്സ്ചറൈസിങ്. ഹലോ, ഞാനൊരു ഗസ്റ്റ് കയറാറില്ല. ഓക്കെ. പക്ഷെ ഞാൻ ഗസ്റ്റൊക്കെ കയറും കേട്ടോ, അത് വേറെ കാര്യം. നമ്മളാരെങ്കിലും ക്ഷണിച്ചാൽ നമ്മൾ കയറും. അല്ല, അതിനങ്ങനെ സത്യമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലടാ. എന്തിനാ സത്യം ചെയ്യണേ? വേറെ എന്തൊക്കെ എല്ലാവരും വിശേഷം? പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്താ? ഓക്കേടാ. ചെറിയോൻ. ഓക്കെ. ഇപ്പൊ പാട്ടൊന്നും പാടാറില്ലേ? ഷമീർ, സുജിത്. എൻ്റെ ലൈവ് കണ്ടിട്ടില്ല, വീഡിയോ കാണാറുണ്ട് അല്ലേ? ഞാൻ ഒരു പ്രാവശ്യം നിന്റെ ലൈവിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, ഒരു 2 വർഷം മുമ്പ്. ഞാൻ ആ സീതാറാണിനെയൊക്കെ അറിയോ? അവർ ഒക്കെ ആയിട്ട് ഒരു ദിവസം ഞാൻ ഇരുന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈവിൽ ഗസ്റ്റായിട്ട്. മൻസൂറെ, അൽഹംദുലില്ലാ, നല്ല വിശേഷം. പെരുന്നാളിന് പ്രോഗ്രാം ഉണ്ടോ? UAE എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഉണ്ടാകുമെന്ന്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പെരുന്നാളിന് പ്രോഗ്രാം ഒന്നും ഇല്ല. പാടാറുണ്ട്. ഓക്കെ. ഈ ഡ്രസ്സ് കൊള്ളാം. താങ്ക് യു ജാക്സൺ, താങ്ക് യു. എന്താ മൊഞ്ച്, എന്നെ അറിയാത്ത ആരുമില്ലല്ലോ. നിന്നെ അറിയാത്ത ആരുമില്ലാന്ന്? അതെ. നിങ്ങൾ ആരാ? നിങ്ങളുടെ സ്വന്തം മലയാളി. നിങ്ങൾ ആരാ? യു മീൻ ഞാൻ ആരാണെന്നാണ്? ഹൂ ഐ ആം അതാണ് ചോദിക്കണം. ഹൂ ആർ യു? ഞാൻ ആദ്യം ചോദിക്കാം. റിയ ദുബൈ. നസീർക്ക, എന്തായാലും വിശേഷം? നസീർക്ക, ഞാൻ അവർക്ക് വേറെ ബിസിനസ് കൊടുത്തിട്ടുണ്ട് മൈലാഞ്ചിയില. ലൈവിൽ വന്ന ഒരു പെൺകുട്ടി എന്നോട് അതിൻ്റെ നമ്പർ ചോദിച്ചു. എൻ്റെ ഈ കടയിൽ നിന്ന് നമ്പർ വാങ്ങി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ബിസിനസ് നടക്കട്ടെ. ബട്ടർഫ്ലൈ പോലെയുണ്ട് ഈ ഡ്രസ്സ്. താങ്ക് യു. ഇത്താടെ പ്രോഗ്രാം, എൻ്റെ പ്രോഗ്രാമോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല. ഒരു ബിരിയാണി ഉണ്ടാക്കുക, രാവിലെ പത്തിരി ഇറച്ചി, പിന്നെ ഒരു ബിരിയാണി, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ചെറിയ വൈബാക്കാൻ പറ്റിയ വൈബാക്കും, അത്ര വീട്ടിലിരുന്ന്. പിന്നെ എവിടെയെങ്കിലും പുറത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോകും. ഞാൻ വെളുത്ത് എല്ലാവർക്കും വേഗം ഓർമ്മ വരുമല്ലോ. സത്യമായിട്ട് തന്നെ നസീർക്ക കാര്യമായിട്ട് വന്നത്. അവരോട് ചോദിച്ചു നോക്കിയേ. ഇത് കാണിച്ചപ്പോഴേ നല്ല കളറുണ്ടല്ലോ, നല്ല റെഡ് കളറായല്ലോ. അപ്പോൾ നാട്ടിൽ ഇത്ത കണ്ണൂരാണോ? അല്ല റോളക്സേ, ഞാൻ എറണാകുളമാണ്. എറണാകുളം മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി. കേട്ടിട്ടുണ്ടോ? കണ്ണിൽ എന്നെ പോലെ ഒറിജിനൽ ആണോ അല്ല ലെൻസ് ആണോ? എൻ്റെ കണ്ണ് ചെറിയൊരു ബ്രൗൺ കളറാണ്. ലെൻസ് വെച്ചിട്ടില്ല. ലെൻസ് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇതിനേലും കുറച്ചുകൂടി ബ്രൗൺ കളറായിട്ട് തോന്നും. ലെൻസ് ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട്. സത്യം, നെയിൽ സൂപ്പർ, ചോപ്പ് നല്ല മൊഞ്ചുണ്ട്. താങ്ക് യു ചെറിയനെ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇച്ചു വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ ബിസിനസ്സുകാരിയാണ്. ഇക്കാനെ നിങ്ങൾ കൂടുതൽ കിളികളുമായി കൂട്ടി മുട്ടിക്കരുത്. എന്നോട് നമ്പർ ചോദിച്ചു വന്നവർക്ക് ഇക്കാൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല. ഇക്കാൻ്റെ നിന്ന് മൈലാഞ്ചിയുടെ നമ്പർ ചോദിച്ചു ഓൾക്ക് ഞാൻ കൊടുത്തു.
അത്രേ ഉള്ളൂ. നിസാർ, വേറെന്തൊക്കെയല്ല എല്ലാവരുടെ വിശേഷം? തീർച്ചയായിട്ടും ചെറിയോനെ, തീർച്ചയായിട്ടും. ഇക്ക സൈലന്റ് ആണല്ലേ എന്ന് ഇച്ചു, ഇക്ക സൈലന്റ് ആണെന്ന് നസീർക്ക, ഇക്ക സൈലന്റ് ആണോ? എൻ്റെ ഇക്ക സൈലന്റ് ആണോ? ജാക്സൺ, താങ്ക് യു. ചെറിയോൻ തീർച്ചയായിട്ടും വരും. പിന്നെ നസീർക്ക, നമ്മളൊക്കെ സൈലന്റ് ആണേ, പറയാന്നേ. വീഡിയോ എല്ലാം കാണാറുണ്ട്. ഫുഡ് കഴിച്ചോ? സുഖമെന്ന് വിശ്വസിക്കുന്നു. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. അലിമോൻ, എന്തെല്ലാം വിശേഷം അലിമോനെ? പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ചെയ്യുക. ഇക്ക സൈലന്റ് മൊഞ്ചത്തി ബ്ലാ ബ്ലാ. ഇക്ക സൈലന്റ്, ഇക്ക സൈലന്റ് ആണ്, ഭയങ്കര തക്കുവാണ് റമദാനിക്ക്. അത് കഴിഞ്ഞാൽ നീ കണ്ടിട്ടില്ല എൻ്റെ ഇക്ക ഈ ലൈവിൽ ഇരുന്നിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളൊന്നും? വിനീത്, ഷാനു, ഹായ്. ഷാനു ഹായ്. ഹായ് ബ്രോ. രാജപ്പൻ, നഹ, ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കുക എല്ലാവരും പ്ലീസ്. എൻ്റെ ലൈവ് ഒന്ന് റീച്ച് ആകട്ടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒന്നുമില്ല, കെഞ്ചിട്ടല്ലേ. ഫൈസി ഹായ്. അക്ബർ, മാളൂട്ടി, താങ്ക് യു മാളൂട്ടി, താങ്ക് യു സോ മച്ച്. മാളൂട്ടീനെ ഞാൻ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ട്. സജു, എന്തല്ല സജു വിശേഷം? സൗദി അറേബ്യ, നിങ്ങൾ നല്ല ബോൾഡാണ്, മക്കൾക്കും അതൊക്കെ ഇട്ടിട്ടെ. ആമീൻ ആമീൻ. ഇച്ചു ആമീൻ. നിങ്ങൾ വീണ്ടും തുടങ്ങിയോ ഈ താരൻ്റെ മരുന്നിൻ്റെ ബിസിനസ്? ഞാൻ എപ്പോഴാണ് നിർത്തിയത്? ഹായ് ബ്രോ, ഞാനത് എപ്പോഴാണ് നിർത്തിയത്? അതെൻ്റെ ബിസിനസ് അല്ലേ. നിങ്ങൾ ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി വെറുതെ ചുമ്മാ വീട്ടിലിരിക്കുമോ? ഞം കഴിക്കണ്ടേ? നമ്മൾ എന്തിനാ പണിയെടുക്കുന്നേ? ഞം കഴിക്കാൻ. എന്തിനാ ഞം കഴിക്കണേ? ഫസിത്ത, വലൈക്കും സലാം. സജു, വലൈക്കും സലാം. അൽഹംദുലില്ലാ, സുഖമായിരിക്കട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങിയോ ഈ താരൻ്റെ ബിസിനസ് എന്ന് ചോദിക്കുന്ന ആളോട് ഞാൻ പറയുകയാണ്, ഞാനത് നിർത്തിയെങ്കിലല്ലേ എനിക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതെൻ്റെ ജോലിയാണ്, എൻ്റെ ചോറാണ്, എൻ്റെ എന്താ പറയുക, എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. കുറേ ആയിട്ട് വീഡിയോസ് കാണാറില്ല, അതുകൊണ്ടാണ്. എൻ്റെ എന്താണ് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ പച്ചീസിൻ്റെ വീഡിയോസാണ് കൂടുതലും. ഞാൻ പിൻ ചെയ്ത് വരെ വെച്ചിട്ടുണ്ട്. ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 3 വീഡിയോസും പച്ചീസിൻ്റെയാണ്. 3 വീഡിയോസ് നമുക്ക് ടിക്ടോക്കിൻ്റെ അക്കൗണ്ടിൽ പിൻ ചെയ്ത് വെക്കാമല്ലോ. ആ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 3 വീഡിയോസും പച്ചീസിൻ്റെയാണ്. ഫെൻറ്റാസ്റ്റിക് അഷ്റഫ്, ഹായ്. ഇച്ചു, നിങ്ങൾ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്തോളൂ. എനിക്ക് ഇതിൻ്റെ അകത്ത് എനിക്ക് പ്രോഡക്റ്റ് കാണിക്കാൻ പറ്റില്ല, റേറ്റ് പറയാൻ പറ്റില്ല, ഫോൺ നമ്പർ പറയാൻ പറ്റില്ല. എനിക്ക് വയലേഷൻസ് വരും. ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു ബോട്ടിൽ കാണിച്ചതിന് അപ്പം തന്നെ എനിക്ക് വാണിംഗ് വന്ന് ലൈവിൽ. പാണ്ട പ്രകാശ്, താങ്ക് യു. ഐ വിൽ സെൻഡ് നൗ. ഷുവർ ഇച്ചു, വാട്സപ്പ് ഇട്ടോളൂ. ഞാൻ ലൈവ് കഴിയുമ്പോൾ റിപ്ലൈ തരാം കേട്ടോ. നിങ്ങളുടെ പർച്ചേസ് ഞാൻ പർച്ചേസ് കൊണ്ടോട്ടിക്കാരൻ സഖാവേ ഖത്തർ ഉപയോഗിച്ചിട്ടുണ്ട്, സൂപ്പറാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലാൽ സലാം സഖാവേ, താങ്ക് യു സോ മച്ച്. ഇതുപോലെ നമ്മുടെ ലൈവിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടേര് കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടത്, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പക്ഷേ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. ഉപയോഗിച്ചവർക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള, അത് ഇനി അത് കൊള്ളൂലാത്ത പ്രോഡക്റ്റ് ആണെങ്കിലും അത് പറയാനുള്ള അവകാശം നിങ്ങൾ ഉപയോഗിച്ചവർക്ക് മാത്രമാണ്. സുധീരേ, ഹായ്. NRI. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യുക. ഓക്കെ. പ്രകാശ്, താങ്ക് യു പ്രകാശ്. ഫൈസ്, പടച്ചോനെ നെക്ലസ് പവിഴമാണോ? പവിഴം പോൽ പവിഴാതരം പോ. എന്തായാലും പടച്ചവൻ ബിസിനസ്സിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ ആമീൻ. എല്ലാവരുടെയും ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും നമ്മൾ എന്ത് ജോലിയാണോ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിലൊക്കെ പടച്ചവൻ ഹൈറും ബർക്കത്തും ഒക്കെ എല്ലാവർക്കും നൽകട്ടെ, ഹൈറിലാക്കി തരട്ടെ എല്ലാ കാര്യങ്ങളും. മാളൂട്ടി, ഹായ്.
ബോഡി മസാജ് ഓയിലുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്നു. ഡയമണ്ട് ആണോ അത്? അല്ല, ഡയമണ്ട് അല്ല. കിങ് ഓഫ് സൗദി, ഹായ്. വോയിസ് ആൻഡ് സോങ് നൈസ്. താങ്ക് യു സോ മച്ച്. ഡബിൾ ടാപ്പ് ഗൈസ്. മാളൂട്ടി താങ്ക് യു സോ മച്ച്. മൊയ്തീൻ സഫീർ മുരുകൻ, എന്തായാലും എൻ്റെ ഫിറു നന്നായി ഗോൾഡ് വാങ്ങി തരുന്നുണ്ട്. ഓ, ഭയങ്കരമായിപ്പോയി. ഷെല്ലി ഇൻഷാല്ല ഉടനെ വരും. ഖത്തറിലും നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ നമ്മളെ ഒരു കൊറിയറുകാർ പറ്റിച്ച് കുറച്ച് കാശും കൊണ്ട് പോയി. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. ഇൻഷാല്ല നമ്മൾ നെക്സ്റ്റ് ആളുകളെ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. നല്ല ആളുകളെ കിട്ടിയാലും ഞാൻ വീണ്ടും ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി, കുവൈറ്റിലേക്കൊക്കെ വീണ്ടും ഞാൻ ഡെലിവറി ആരംഭിക്കുന്നുണ്ട് ഇൻഷാല്ല. ഫിറു മുത്താണ്. ഫിറു മുത്താണെങ്കിൽ ഞാൻ മുത്ത് ചിപ്പിയാണ്. സുധീരെ ഹായ്. അമ്മായി പറയൂ. സാലി എന്തല്ല വിശേഷം? എന്തല്ല വിശേഷം? ഡബിൾ ടാപ്പ് ഗൈസ്, ഡബിൾ ടാപ്പ്. സുഖമല്ല. ഗോൾഡ് സൂപ്പറാണ്. താങ്ക് യു സോ മച്ച്. സൗന്ദര്യത്തിന്റെ രഹസ്യം പച്ചീസിന്റെ ആന്റി ഏജിങ് ബോഡി ഓയിലാണ് അർഷു, പിന്നെ കുറച്ച് ഫിൽറ്ററും. ടോണി ഹായ്. പ്രകാശ് ഡ്രസ്സൊക്കെ എടുത്തോടാ. സാലി ഹായ് ചേച്ചി. പ്രഭു ഹായ്. വലൈക്കും സലാം. ഷബീബ് കുവൈറ്റിൽ നിന്നൊരു പാവം ഡ്രൈവർ. മാളൂട്ടി താങ്ക് യു. മാളൂട്ടി താങ്ക് യു സോ മച്ച്. പവിഴം പോൽ പവിഴാതരം പോൽ. നീ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാ, ഞാനത് കാണാപ്പാടം പഠിച്ചടാ. അതാണ് ഷബീബെ, നിന്റെ ഡയലോഗ് ഞാൻ കാണാപ്പാടം പഠിച്ചു. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരെന്തെല്ലാം സംസാരിക്കുമെന്നൊക്കെ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. സുഖമാണോ നിങ്ങൾക്ക്? അൽഹംദുലില്ലാ സുഖമായിരിക്കണം. പ്രകാശ് താങ്ക് യു. പ്രകാശ് താങ്ക് യു സോ മച്ച്. മാളൂട്ടി താങ്ക് യു. അപ്പോൾ പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ, എന്നാലല്ലേ എനിക്ക് നിങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടല്ലേ നിങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നത്. ഞാൻ കണ്ടില്ലേ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഫീർ ഹായ്. സലീം പച്ചീസ് കുവൈറ്റിൽ വില കുറക്കാൻ പറ. എടാ ഞാൻ നേരിട്ട് എത്തിക്കുന്നുണ്ട് ഇൻഷാല്ലാ, ഞാൻ നേരിട്ട് എത്തിക്കുന്നുണ്ട്. ഗ്ലാമറിന്റെ രഹസ്യം എൻ്റെ മുത്ത് ഫിറു അല്ലേ, ഭർത്താവ് ഫിറു മുത്തല്ലേ, സ്നേഹവും കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട്. കൊണ്ടോട്ടിക്കാരൻ സഖാവേ, ചുമ്മാ സ്നേഹം ഇങ്ങോട്ട് തരില്ലല്ലോ ആരും. തരുമോ? ആരെങ്കിലും ചുമ്മാ സ്നേഹം തരുമോ? ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, നമ്മൾ കൊടുക്കണോണ്ടല്ലേ അല്ലേ? അതെന്താ നിങ്ങൾ പറയാത്തേ? അതെന്താ പറയാത്തേ? നമ്മൾ സ്നേഹം കൊടുക്കണമല്ലേ നമുക്ക് തിരിച്ചു തരുന്നേ, ഇല്ലെങ്കിൽ പോയി പണിയൊക്കാൻ പറയില്ല മനുഷ്യൻ. മിസ്റ്റർ ലുട്ടു താത്തയുടെ വീഡിയോസ് എല്ലാം സൂപ്പറാട്ടോ, കാരണം താത്തയുടെ അവതരണം നന്നാവുന്നുണ്ട്, കാണാറുണ്ട്. ഹായ് ബ്രോ, താങ്ക് യു സോ മച്ച്. നാട്ടിൽ ഞാൻ എറണാകുളം, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി കേട്ടിട്ടുണ്ടോ? മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും മിഡിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ രണ്ട് കൾച്ചറും കിട്ടിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ സ്വഭാവമുണ്ട് എൻ്റെ, മട്ടാഞ്ചേരിയുടെ സ്വഭാവമുണ്ട്, കുറച്ച് എറണാകുളം ആ പരിസരമില്ലേ ആ ഭാഗത്തെ സ്വഭാവമുണ്ട് എനിക്ക്. മിസ്റ്റർ ലുട്ടു ഹായ്. നിങ്ങൾ സ്നേഹം കൊടുത്താലില്ലെങ്കിൽ അത് ഒരു മുത്ത് തന്നെയാണ്. കൊണ്ടോട്ടിക്കാരാ അതാണ് പറയണത്. ഓ മുത്താണെങ്കിൽ നമ്മൾ മുത്തിച്ചിപ്പിയാണ്. കേട്ടേക്കണം നിങ്ങൾ നമ്മൾ അങ്ങനെ ഒരു പാട്ട്? പ്രകാശ് charming മിയങ്കിതാബി ഡൽ ഹായ് ഡൽ. ഇത്രയും പ്രായമായിട്ട് ആ ഒരു കാര്യം മാത്രം അറിയില്ല. രണ്ട് കണ്ണോടഞ്ഞു പോവും. ഞാനൊരു തമാശ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള തമാശകൾ എഴുതി വിടാനാണ് ഞാനും ഈ പറയുന്നത്. എനിക്ക് എന്നാലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തമാശകളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള
വിഷയമുണ്ടാക്കി തരുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വിടുമ്പോഴാണ് എനിക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്, അവസരങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്നത്. സജീർ ഹായ്. ഡെൽ ഹായ്. ഖത്തറിൽ നിങ്ങൾ സാധനം ഡെലിവറി ചെയ്തിരുന്നല്ലോ. അതല്ലേ പറഞ്ഞത്, ഖത്തറിൽ ഡെലിവറി ചെയ്തിരുന്നതാണ്. ഒരു കൊറിയറുകാരൻ നമ്മളെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പറ്റിച്ചു. സോ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇൻഷാല്ല ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഉടനെ വരും. അലി ജാസി ഹായ്. ഷാൻ യാ ഫൈൻ അൽഹംദുലില്ലാ. ആൻഡ് യു ഷാൻ? ഞാൻ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പോയി കാണണം എല്ലാവരും. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് വിലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ, കുമ്പിക്ക മാമാദം പൊട്ടിയോളമട്ടെ, ഊരിയ വാക്കിനാൽ കേട്ട്. I'm from Indian. ഷാൻ വലൈക്കും സലാം. സമദ് സംസാരിക സരിക പമകരി ദിം തരി മകരി. മട്ടാഞ്ചേരിയിലുള്ള തമ്മന ഷാജി, മരട് അനീഷ്, ഓജി. തമ്മന ഷാജി കണ്ടിട്ടുണ്ട്. ഷാജി തമ്മനത്താണെങ്കിൽ ഞാൻ പൊന്നുരുന്തിയിലായിരുന്നു ചെറുപ്പത്തിൽ, ഒരു 7ാം ക്ലാസ് വരെയൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, ആ ഭാഗത്തെ കുറച്ച് കൾച്ചർ എനിക്കുണ്ട്. പിന്നെ മട്ടാഞ്ചേരിയുടെ ഒരു ഇത് ഉണ്ടാവും. എല്ലാം കൂടി കൂടി കലർന്ന ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു സ്വഭാവമാണ് ഉണ്ട്. ഷാൻ ഐ എം ഫ്രം ഇന്ത്യൻ, കേരള. ഓക്കെ, എല്ലാം കൂടി ചേർന്ന ഒരു അവിയൽ പരുവത്തിലുള്ള ഒരുമാതിരി സ്വഭാവമാണ് ഉണ്ട്. ഡബിൾ ടാപ്പ് ഗൈസ്. പ്രണവ് ഹായ്. ഡെൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? അൽഹംദുലില്ലാ സുഖാണ്. നൈസ് ടു സീ യു. താങ്ക് യു ഷാൻ, താങ്ക് യു സോ മച്ച്. സമീറ മുസ്തഫ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഡൽ എന്താ നിങ്ങൾക്ക് ഇത് മാത്രമേ അറിയുള്ളൂ, ഇതറിയില്ല? ഇതല്ലേ ഒരു പോസിറ്റീവ്, ഇതൊരു നെഗറ്റീവ് അല്ലേ ഡൽ? നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. ഓക്കെ. നൈട്രോസ് ഹായ്. താങ്ക് യു സമദേ. ഷാജഹാൻ CH ഹായ്. നല്ല പാട്ടുകൾ, താങ്ക് യു നൈട്രോസ്. ഞാൻ ഓർത്തു എന്തേ വൈകിന്ന്. നല്ല പാട്ടുകൾ, താങ്ക് യു ടെൻ, താങ്ക് യു നൈട്രോസ് ഹായ്. അതാണ് കണ്ട അതാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് വന്നില്ലേ ഇപ്പോൾ? അതാണ്. ഇത് എന്തിനാ ഇതൊക്കെ? എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. മായാസ് ഹായ്. ഗോസ്റ്റ് MP സുൽത്താൻ പാച്ചു. വേറെന്താ എല്ലാവരുടെ വിശേഷം? നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയും, ഞാനിങ്ങനെ ബ്ലാ 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 അടിച്ചുകൊണ്ടിരിക്കണം. ഫൈസൽ പ്രകാശ് താങ്ക് യു സോ മച്ച് പ്രകാശ്. പാവം. നൈട്രോസ് താങ്ക് യു സോ മച്ച്. പ്രണവ് ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇപ്പോൾ ഇത്ര മൊഞ്ചുണ്ടെങ്കിൽ 17-18 വയസ്സിൽ എന്തായിരിക്കും മൊഞ്ച്? ഒരു കാശിന് കൊള്ളൂല എന്നുള്ളതായിരുന്നു സത്യമായിട്ടും കാര്യമായിട്ട് വന്നത്. താത്ത ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത്? മുഖത്ത് നല്ല ഗ്ലാമറസ്. ഞാൻ പച്ചീസിൻ്റെ ആൻറ്റി ഏജിങ് ബോഡി ഓയിൽ. ഉങ്ക നെയിം എൻ്റെ നെയിമോ ഫസി ഫിർസാദ്. നല്ല പാട്ട് പാടിക്കൂടെ? ഫുള്ളായിട്ട് പാടാട്ടോ സമതെ. 17-18 വയസ്സ്. ഒരു ഈർക്കിലി പോലത്തെ ഒരു സാധനം, ഒരു വൃത്തിയും ഒരു മെനയില്ല, കുറച്ച് കളറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ, അതിപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, നമ്മളെല്ലാവരും, നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും പ്രായം കൂടുന്തോറുമാണ് ഗ്ലാമർ കൂടുന്നത്. സത്യമാണ് ഞാൻ പറഞ്ഞത്.
പ്രായം കൂടുന്തോറും ഗ്ലാമർ കൂടും. അതിന് ഒരു ഉദാഹരണം അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും കൂടി കമ്പയർ ചെയ്താൽ മതി, ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഒരു മലയാള വായനക്കാരൻ പ്രണയ വിഷയം പാടുന്നു, നിങ്ങളുടെ ഇഷ്ടഗാനം പറയൂ. എന്തൊക്കെയാണ് ഈ സമ്മറി പറയുന്നേ? ഇല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ലേ, പ്രായമാകും തോറുമല്ലേ ഗ്ലാമർ കൂടുന്നത്, കാര്യമായിട്ട് പറഞ്ഞതാ. സലീം ഖാൻ, റൂഹ്, സലീം, സിയ, യെസ്, അതാണ് പ്രകാശ്, അതാണ് ഡെൽ, അതെ. റൂഹ് എൻ്റെ ക്രീമിന്റെ പേരാണോ? ക്രീമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഒരു പച്ചീസിന്റെ ആന്റി ഏജിങ് ബോഡി ഓയിലാണ്. ഫേസ് മുതൽ ഫുൾ ബോഡി ഉപയോഗിക്കാൻ പറ്റിയ പച്ചീസിന്റെ ആന്റി ഏജിങ് ബോഡി ഓയിൽ. അതൊരു 4 വർഷമായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. ക്രീമില്ല. പിന്നെ ക്രീം ഉണ്ട് എൻ്റെ കയ്യിൽ, ഡാൻഡ്രഫ് പോകുന്ന ഒരു 5 days കോഴ്സ് ക്രീം. പിന്നെ ബാക്കി ഫിൽറ്റർ ആണ് കേട്ടോ, ഫിൽറ്റർ ഓയിൽ. ഹായ് ബ്രോ, താങ്ക് യു. മനോഹരൻ കുഞ്ഞു, ഹായ്. അയ്യോ, ഞാനേ ഇന്നലെ അത് കാണിച്ചിട്ട് പിന്നെ എനിക്കിത് വന്ന് എന്താ പറയുക, വയലേഷൻ വന്ന് എൻ്റെ കുറേ വീഡിയോസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. എനിക്കില്ലേ ലൈവില് ഒന്ന് പ്രോഡക്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പുതിയ എന്തൊക്കെയോ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ മൊബൈൽ നമ്പർ പറയാൻ പറ്റുന്നില്ല, പ്രൈസ് പറയാൻ പറ്റില്ല. അപ്പോൾ വയലേഷൻസ് വരും, വാണിംഗ് വരും, ലൈവ് കട്ടാവും. ഫിൽറ്റർ ഇല്ലാതെ ഞാൻ വരില്ല. കടാ, ഹായ്, സോറി കേട്ടോ റൂഹേ. എൻ്റെ പിന്നെ ടിക്ടോക്കിൻ്റെ ഐഡിയിൽ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റിനെ കുറിച്ച്. 3 പ്രോഡക്റ്റുകളെ കുറിച്ചും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സതീഷ് കെ വി, ഹായ്. ഹായ് ബ്രോ, ഞാൻ അജുമാൻ. അഴകേ നീ ആകാശ കോണിൽ ഒളിച്ചാലും താരമായി ഞാനെത്തും നിൻചാരേ, ഒന്നും മിണ്ടാതെ എൻ്റെ നൊമ്പരം കാണാതെ. കടുവ, ഹായ്. ഞാൻ ഉമ്മൽ ഖോയൻ അറിയാം, ഞാൻ വന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം. പ്രണവേ, മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനമുമറിന്റെ വരവിനൊത്ത്. താങ്ക് യു റൂഹേ, താങ്ക് യു സോ മച്ച്. മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനമുമറിന്റെ വരവിനൊത്ത് ഹക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കൈയിൽ കൊണ്ടുവരുമെന്ന് ഗർജിച്ച് ഉടവാൾ ഊരിയെടുത്ത് ഉമരത് കുതിരപ്പുറത്ത്. ഞാൻ ഉമ്മുൽ കോയിലുണ്ട്, സമത ഉമ്മുൽ കോയില. ഉടനടി പുറപ്പെട്ടു ഉലകത്തെ തെളി ദീപം കെടുത്തുവാൻ വേണ്ടി മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനമുമറിന്റെ തമിഴ് പാട്ടോ. തമിഴ് പാട്ട് ഏതാ? എനിക്കങ്ങനെ തമിഴ് പാട്ടൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ തന്നെ ഇങ്ങനെ അറ്റവും മൂലയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത് പാടുന്നതാണ്. ഷിയാസ്, വലൈക്കും അസ്സലാം. കരോക്കെ ഉണ്ടായിരുന്നടാ, എൻ്റെ ഇത് പൊട്ടിപ്പോയി. ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് ഓർത്തിരിക്കണേണ് സമതെ. എന്നിട്ട് ഞാൻ പാടും ഇൻഷാ അല്ലാഹ് അറിയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞോട്ടെ എൻ്റെ ലൈവ് കാണാൻ. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്തോളൂ ധൈര്യമായിട്ട്. ഓക്കെ, തമിഴ് പാട്ട് തെരിയാതപ്പാ. ഇൻഷാ അല്ലാഹ് സമതെ, ഇൻഷാ അല്ലാഹ്. ആരാറേ, എന്താ ഓക്കെ? ദിന കുമാരി, അബ്ദുൽ റഷീദ്, മംഗല്യം കഴിക്കാതെ അന്നു ഞാൻ പിരിഞ്ഞില്ലേ. ഈ പാട്ടൊക്കെ നീ ചോദിക്കേണ്ടതില്ലേ? എൻ്റെ ഇക്കയും കൂടി എൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ചോദിക്കേണ്ട. എപ്പോൾ പാടിയെന്ന് ചോദിച്ചാൽ മതി ഈ പാട്ടൊക്കെ. ആശകളായിരം നിനക്കന്നു നൽകി ഞാൻ
കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ, കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ, ഇന്നും ഞാൻ ഏകനാണടി മുല്ലേ, ഇന്നും ഞാൻ ഏകനാണ്. മറക്കുവാനാകില്ല മരിക്കാനുമാവില്ല സഖി നീയില്ലാതെ ജീവിതത്തിൽ, നിന്നെ പിരിഞ്ഞുള്ള നാൾ തൊട്ടെൻ്റെ ഓർമ്മകൾ മാത്രം. മുല്ലേ മുല്ലേ നീ ഇന്നെവിടെ, കാണാൻ കണ്ണും കരളും തുടിച്ചേ, മംഗല്യം കഴിക്കാതെ അന്നു നാം പിരിഞ്ഞില്ലേ, ആശകളായിരം നിനക്കന്നു നൽകി ഞാൻ. ഷാജി പി പി ഹായ്, റിസാദ് MRUP, വിനു ഹായ്, റിയാസ് കുട്ടി എന്താണ് എല്ലാവരുടെയും വിശേഷം? ആരും ഒന്നും മിണ്ടുന്നില്ല. ഗംഗേ ആ പാട്ടാണ് നീ പറഞ്ഞത്? എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടോ? ശ്വാസം മുട്ടി മരിക്കാൻ വേണ്ടിയാ ഞാൻ? ബ്രോ ലൈവ് ഇങ്ങനെയാണ് വൈബ്. താങ്ക് യു സമതി, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പം ഡബിൾ ടാപ്പ് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഗെയിം കളിക്കാൻ വേണ്ടിയല്ല, ലൈവ് റീച്ച് ആകാൻ വേണ്ടിയാണ്. എന്നിട്ട് വേണം എനിക്കിങ്ങനെ കൂടുതൽ ഇങ്ങനെ ബ്ലാ 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 വെച്ചുകൊണ്ടിരിക്കാൻ. മാണിക്ക മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി, മാണിക്ക മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. താങ്ക് യു നൈട്രോസ്. അതെ 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 അതെ, മൂസക്കാൻ്റെ ഖബറിനെ കുറിച്ചുള്ള പാട്ട് പാടുമോ? അതേത് പാട്ടാണ്? ഏതാണത്? കല്യാണക്കാരി ബിഗ് ബോസ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷമാണ് മാന്യനാഭൂത്വാലിബിന്നും സമ്മതമാണ്, സമ്മതമാണ്. വലൈക്കും അസ്സലാം. എന്നാ മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാള് എന്താണ്? പിന്നെന്താണ് അതിൻ്റെ വേറെ ഏതാ? പെണ്ണവിളങ്ങ് വളർന്ന് നല്ല സുന്ദരമായൊരു മൊഞ്ച്, ആരിലും ആളിളകിയിടും അഴകാർന്നൊരു പാത്തുമ്മ പെണ്ണ്, മക്കത്തെ മംഗല്യ നാള് ഖദീജത്തിൻ കല്യാണ രാവ്. എന്താണ് അടുത്ത വരി? ഏതാണ് അടുത്ത വരി? കിട്ടുന്നില്ല. പെണ്ണവളങ്ങ് വളർന്ന് നല്ല സുന്ദരമായൊരു മൊഞ്ച്, ആരിലും ഹാലിളകിയിടും അഴകാർന്നൊരു പാത്തുമ്മ പെണ്ണ്, മക്കത്തെ മംഗല്യ നാള് ഖദീജത്തിൻ കല്യാണ രാവ്. എന്താണ്? അയ്യോ, മൊഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. അങ്ങനെയല്ലേ? ബിഗ് ബോസേ താങ്ക് യു സോ മച്ച്. ഞാൻ അജ്മാൻ. കിസ്മത്ത് 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 പാട്ടാ ചോദിക്കണേ. MRUP താങ്ക് യു.
ബിഗ് ബോസ് അതേത് പാട്ടാ? കിസ്മത്ത് കിസ്മത്ത് അങ്ങനെയാണ്. ആ പാട്ടാണോ? കിസ്മത്ത് അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണോ? റഹൂഫ്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി. എനിക്ക് വരികളൊന്നും അറിയില്ല. ആ പാട്ടും എനിക്കറിയില്ല കേട്ടോ ബിഗ് ബോസേ. അവസാനമുണ്ടൊരു യാത്ര, മടക്കമില്ലാത്ത യാത്ര. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി. ആ പാട്ടാണോ? ആറാറി പറയുന്നത് അല്ലാന്ന്. പിന്നെ ഏത് പാട്ടാ? വേറെ ഏതാടാ? വേറെ ഏതാ? വേറെ ഏത് പാട്ടാ? ഉസ്മാൻ. ബിഗ് ബോസ് നിങ്ങൾ വേറെ ഏതെങ്കിലും പാട്ട് പറയോ? വരി തെറ്റാണോ? ചിലപ്പോൾ സാധ്യതയുണ്ട്. എനിക്കറിയില്ലടാ, സത്യമായിട്ടും എനിക്കറിയില്ല. അത് തന്നെയല്ല, ഇത്രയും വലിയൊരു മഹാനായ മനുഷ്യൻ്റെ ഒരു പാട്ട് അങ്ങനെയൊക്കെ എടുത്ത് നശിപ്പിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ അവരോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. സമ്മതേ പോവാണോ? ഓക്കെ, ഇൻഷാല്ല. ബിഗ് ബോസ് നിങ്ങൾ വേറെ ഏതെങ്കിലും പറ, ഒരു പാട്ട് പറ. അല്ല, റാഫി പെരിങ്ങളം. മൈക്ക് എടുക്കാനേടാ, മൈക്ക് പൊട്ടിപ്പോയിടാ. എൻ്റെ മോൻ പൊട്ടിച്ചടാ താഴിട്ട്. बिग बॉस धीरे धीरे से मेरी जिंदगी में आना. അയ്യോ ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയൊന്ന മാണിക്ക മണിമുത്ത് രാജാത്തി. മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി. മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാ. അങ്ങനല്ലേ? ഓ, പിന്നെന്താണ്? നല്ല വരികളാണല്ലേ ആ വരികളൊക്കെ. പിന്നെന്താണ്? ഏതാണ് അതിന്റെ വരികള്? അഞ്ചാം ദിവസത്തെ ഏതാണ് ഈ രാജാത്തി? ആരാ? ഞാനല്ല. അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള സ്വർണ്ണാദരത്തിലെ, അല്ല അധരാധര, അങ്ങനെ അഞ്ചാം ദിവസം അഞ്ചാം. ഓ കിട്ടുന്നില്ല. ചഷകത്തിൽ അധര. അഞ്ചാം ദിവസം എന്താണ്? അഞ്ചാം ദിനത്തിലെ അധരാലയത്തിലെ സ്വർണ്ണ ചഷകത്തിൽ കാച്ചിക്കുറുക്കിയ. അത് തന്നെയല്ലേ? എനിക്ക് കിട്ടുന്നില്ലടാ. സ്വർണ്ണ ചഷകത്തിൽ കാച്ചിക്കുറുക്കിയ. കിട്ടുന്നില്ല. കാച്ചിക്കുറുക്കിയ. ഓ, കിട്ടുന്നില്ല. പിന്നെ വേറൊരു വരിയും കൂടി ഉണ്ടല്ലോ. ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നൊരു നല്ലൊരു പാട്ട് പാടും. അയ്യോ മാരിവില്ല, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. കസ്തൂരി മാമ്പഴല്ല, അത് വേറെയാണ്, അത് വേറെ വരിയാണ്. പൊന്നോല കൊണ്ട് മെടഞ്ഞോര കൊട്ടയിൽ കാത്തുവെച്ചുള്ളോര മൽഗോവ മാമ്പഴം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണി, ഏതാണി രാജാത്തി. അങ്ങനല്ലേ? അങ്ങനെ തന്നെയല്ലേ? എടി ഏതാണ്ട് വരി ഷീബാദക്ക ബക്കറെ. അങ്ങനെയൊക്കെ തന്നെയല്ലേ ആ വരി? പൊന്നോല കൊണ്ട്
കാത്തുവച്ചിട്ടുള്ള മൽഗോവ മാമ്പഴം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ എടാ നീ പാടോ നമുക്ക് വൈബാക്കാം. തെറ്റിപ്പോയാ പുന്നാരക്കരളേ നിൻ പൂമണി മാറത്ത് പൊന്നോല കൊണ്ട് മെടഞ്ഞോരാ കൊട്ടയിൽ കാത്തുവെച്ചുള്ള ആ മാൽഗോവ മാമ്പഴം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജാത്തി മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി ഏതാണീ രാജാത്തി. സൂപ്പർ റിയാസേ, നിങ്ങൾ ആ വരി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോണ്ടേ. കിടന്ന് കാണിച്ചു കൂട്ടിയിലൊക്കെ അപ്പൊ അതാണ് പറയുക ഈ രാജാവ് എവിടെയുള്ള എനിക്കറിയോ പട്ടാമ്പിള്ള. ഞാൻ ഇനി ഫസീത്ത് എത്ര കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാ കേറിയത്. ഞാൻ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്. അല്ല ഈ മാൽഗോമാമ്പ എവിടെ മുടഞ്ഞു വെച്ചിരിക്കുന്ന അറിയാം. അത് പറയാൻ പറ്റില്ല. സംസാരിക്കണം നീ. അതല്ല എരഞ്ഞോളി മൂസൊക്കെ അങ്ങനെ പാടിയ പാട്ടാ. അതാണ് അതുകൊണ്ടിട്ടാണ് എനിക്കൊരു പേടി. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വായ്പോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് നമ്മള് അതുപോലുള്ള ലെജൻഡേഴ്സിനെയൊക്കെ ഒരു നമ്മള് ഇതാക്കുന്നതിന് തുല്യല്ലേ. അതുകൊണ്ടിട്ടാണ് എനിക്കൊരു പേടി. ഭയങ്കര അർത്ഥമുള്ള പാട്ടാ. മറ്റേ വരിയും കൂടി പറഞ്ഞേ പാട് ആരെങ്കിലും ഒരാള്. ഏത് വരിയാണെന്ന് അറിയാവോ? മറ്റേ എന്താണ് കാച്ചി കുറുക്കിയ മാമ്പഴം അല്ല പാലോ ഇനിയിപ്പൊ ആ പാല് കുടിക്കാനാ പൂതി. 5-ാം ദിവസത്തെ അമ്പിളി പോലുള്ള അതരാലയത്തിലെ വർണ്ണ ചഷകത്തിലാണ്. അത് ഞാൻ ഉറപ്പ് പറയും. സ്വർണ്ണ ചീശകത്തിൽ കുത്തിവെച്ചുള്ള കാച്ചിക്കുറുക്കി കാച്ചിക്കുറുക്കി വെച്ചൊരു നോക്കട്ടെ. അതെ അല്ലേ മാരിയില്ലേ? അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഇതിനെല്ലാത്തിനും കാരണം ബിഗ് ബോസ് ആണ്. മാമ്പഴം വിട്ടു. കുറച്ചായി നിന്റെ പാട്ടൊക്കെ കേട്ടിട്ട്. അല്ല എല്ലാത്തിനും സത്യം കാര്യം തുറന്നതാ. മൈക്കൊക്കെ എന്താ പറ്റി? എടാ മൈക്ക് എന്റെ മോൻ പൊട്ടിച്ചതാടാ. മാരിവില്ലിനോട് പാടാൻ രാവണപുത്രൻ. ഒരു പാട്ട് ഞാനും വരും മൈക്കൊക്കെ ആയിട്ട്. صباح يوم العيد غير كل صباح مع وصفات نوتيلا محضرة من القلب، لحظات نحتفل فيها مع بعض على فطور كله حب. نوتيلا حلي البسمة في العيد. ഫുള്ള് പാട്ട് എല്ലാരും ഗസ്റ്റ് എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും. അവൻ കൂടി നിരാശ വിടിയില്ലേ പ്രതീക്ഷ എല്ലാം അവന്റെ പരീക്ഷ അവനല്ലേ മനുഷ്യ. സകലം അവ മാറ്റിത്തരും ശരിയാ. എല്ലാം ശരിയാകും.
നോക്കുക നീ നിന്റെ താഴെ നോക്കയിൽ നിന്റെ മേലെ നോക്കുക നീ നിന്റെ താഴെ നോക്കയിൽ നിന്റെ മേലെ ശരമായ പുതിയാവില്ലായുസ് ഓർക്കാതെ പരാതി പറയാതെ ഒരു കോള് വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഒറ്റ നല്ലൊരു ആസ്വദിച്ച് വരുമ്പോഴാണ്. റിയാസ്, നീ ഒരു പാട്ട് പാടണ, കുറെ ആയി നിന്റെ പാട്ട് കേട്ടിട്ട്. ആ ഞാൻ കൊറേ ആയിട്ട് പാടിയിട്ട് ഞാൻ കൊറേ ഒക്കെ പാടിക്കരുത്. പാടാറില്ലേ? പിന്നെ പാടടാ. ഈ ലൈവില് കുറെ ആയില്ലേ പാടിയിട്ട്? ഫിർഷാദക്കടെ ശേഷം ബിഗ് ബോസ് പോവാണ്. നിങ്ങളെ ഞാൻ മൈക്ക് മേടിക്കുമ്പോ പറഞ്ഞോട്ടോ ബിഗ് ബോസേ. ഫിർഷാദക്ക ഫിർസാക്ക ജോലിക്കോടെ ഞാൻ നിങ്ങളെ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൈക്ക് മേടിക്കുമ്പോ നിങ്ങൾ വരണം കേട്ടോ പാടുമ്പോ. പിന്നെന്താ, തീർച്ചയായും നിങ്ങൾ പാടി നന്ന് ഞങ്ങൾ വന്നിട്ടില്ലേ? അല്ലടാ ബിഗ് ബോസിനോട്. അങ്ങനെ പിന്നെ മൈക്ക് പൊട്ടിപ്പോയി. നല്ല മണം മന്നടി. കരിഞ്ഞോ? മണം മന്നി അടുപ്പത്തുള്ളത് കരിഞ്ഞോ? അല്ലല്ല, എന്തൊന്നാടി നീ ഉണ്ടാക്കണേ? നല്ല മണം വേർന്ന് മാറ്റിയതാണ്. ഹൈ, ഇതാരല്ലേ? ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടൊരു പാട്ട് പഠിക്കാന്നുണ്ടോ? നോക്കട്ടെ. എല്ലാം ശരിയാകും. ശരിയാവട്ടെ. ശരിയാവട്ടെ ഇൻഷാ അല്ലാ. ആവും അല്ലേ? പിന്നെ ഉറപ്പല്ലേ? ആകുന്നുണ്ടല്ലോ. ആകുന്നില്ലേ റിയാസേ? പാടുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ അവധിക്ക് വെച്ചേക്കണേ. കേൾക്കുന്നില്ലേ? രാജൻ അതീതിന്താരംഭദോദത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളിരാകാത്തേ കടലിന്റെ മോസപോറ്റി മറിച്ചല്ലോ നിറഞ്ഞല്ലോ ശ്രീലേ രാജൻ അതീതിന്താരംഭദോഷത്ത് പിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളിരാകാത്തേ സുമത്രൻ ഭൂമിനെ തേടും മണ്ടായി തുലയും കൂടിപ്പുണരുവാൻ തക്കം പാത്ത് തുമോകിയും ഇസലിന്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ രാഗം പാടി തുയിൽ പോലെ രാജൻ അതീതിന്താരംഭദോഷത്ത് തിളങ്ങി വിളങ്ങും ദീനത്തൊളിരാകാത്തേ ആശിച്ച പോയില്ല യൂസുഫിയും പ്രേമാനന്ദം
അതുകൊണ്ട് ഭൂമിയിൽ പൂതിരൂപ്പിൻ അശാഭംഗം േശുന്നിടെ ഒരു വേളയില്ല അതിതുമേ പ്രേമത്തിൻ്റെ കുറിച്ചു യൂസഫിൽ കാണുമേ ഇതിലേറാ അതിവിനാരംഭൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊഴിരാകാത്തേ മോദിച്ച പൂമാനേ ഏരി കൈകട്ടി നബിയും മോടി മറിന്താനേ പാത്രത്തിൽ പിന്റെ ജനിച്ചാകുപ്പായം തിരിയേ തിരിച്ചിൽ തുലൈയിൽ മോഹഭംഗം കയറിയേ രാജൻ അതിവിനാരംഭൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊഴിരാജാതി ഇസുകടലിന്റെ മോത പോറ്റി മറിഞ്ഞല്ലോ യൂസഫിൽ നിറഞ്ഞല്ലോ രാജൻ അതിവിനാരംഭൗജത്ത് തിളങ്ങി വിളങ്ങും ദീനത്തൊഴിരാകാത്തേ സൂപ്പർ സൂപ്പർ റിയാസ് അടിപൊളി സൂപ്പർ അടിപൊളി അടിപൊളിയായിട്ട് പാടി. ഓക്കെ സൂപ്പർ, താങ്ക് യു. താങ്ക് യു. എനിക്ക് പാടാൻ അറിയില്ല, എന്നാലും ഞാൻ നോക്കട്ടെ റിയാസെ. ഓക്കെ, പാടടാ അങ്ങനെയൊക്കെ തന്നെ ആർക്കൊക്കെ പാടാൻ പാടാനറിയില്ലേ നോക്കട്ടെ. ഞാൻ എനിക്കറിയില്ല, എന്നാലും നോക്കട്ടെ. ഓക്കെ. അഴകേറുന്നോളെ ചൂടിയ സുന്ദര രൂപന മഹോദും
സൂപ്പർ. എടാ ഇവനാണ് പാടാൻ അറിയില്ലാന്ന് പറഞ്ഞാ ഈ പാട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും പാടുന്നേ. ദാമ്പത്യ സുഖം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന്. ആ ആമീൻ പറഞ്ഞാളാ. ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ. ആമീൻ ആമീൻ ആമീൻ. എന്താണ്ട് നല്ല മാരിയല്ലേ? ഒന്നും മനസ്സിലായില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കോള് വന്നു, വീട്ടിൽ നിന്ന് കോള് വന്നപ്പോള് ആ ഓക്കെ ഓക്കെ. മഴവില്ല് പാടാൻ പറയും. ഏതൊരു പാട്ട് പാടാൻ പറയുന്നുണ്ടടാ? പസിക്കുള്ള പാട്ട്. ആ മഴവില്ല് പാടിത്തരാം. അതെ എനിക്ക് ഈ പാടാം. ഈ പാട്ട് ഫസി ഞാനൊരു ബന്ധമില്ല കേട്ടാ, ഈ പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ എന്നിട്ട് പാടണ്ട നിങ്ങൾ. എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ പാടിയാൽ മതി. ഇതെല്ലാം കേൾക്കണ്ടതാ. എന്താ ചെയ്യണ്ട?
വരെ അടങ്ങിയ പസിമോളെ നിന്നെ അവർ ഫസിമോള വെറുതെയാ ആശിച്ചുകൂടാ. ഈ മൺമുറയാണ് നാം രണ്ടുമാണേ കാര്യങ്ങളോട് ണ്ട് മറക്കണം നീ അറിയുമോ ഈ സ്നേഹം വെറുതെയാ ആശിച്ചുകൂടാ. താങ്ക് യു. സൂപ്പർ. എന്റെ കെട്ടിയോൻ പാടി തന്നാണ് അങ്ങനെ ഇല്ലല്ലോ. കെട്ടിയോന് പാട്ട് പാടും. അവൻ നല്ല പാട്ട് പാടുന്ന ആളാണ്. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പറയ്. അപ്പുറത്ത് മോളിരുന്ന് ലൈവ് കാണണ്ടോ? പസിമോളെന്നുള്ള വിളി ചിലപ്പോ ഈ ലൈവിലിരുന്ന് കെട്ടിയോനും കാണുന്നുണ്ടാവും. പറയാൻ പറ്റും. എന്റെ കെട്ടിയോടില്ല, ഓളോ ഇറങ്ങി. എന്തായാലും അടിപൊളി. താങ്ക് യു. ആരെ ചോദിച്ചു? മഴവില്ലേ. നിന്നോടൊരു പാട്ട് പാടാൻ പറയുന്നുണ്ടായിരുന്നല്ലോ അറിയാ. മഴവില്ലിൻ നമ്മളെ ഫേവറേറ്റ് ആണ്. വന്നിരിക്കണേ മഴവില്ലിൻ പെണ്ണെ നീ കൽവിൻ ഒളിവാണ്. മണ്ണിൽ അനേകനായി ഇല്ല തേടി നടക്കാണ്. ഭഗത്തായി തോമുസെ നെഞ്ചിൽ നീ അല്ലാതാരാണ്. മനത്തിൽ നൂറാതുമായി നിന്റെ കാട്ടിത്തിരിപ്പാണ്. പെട്ടനി കൽവിൻ ഒളിവാണ്. മണ്ണിൽ
ഞാനേകനായി നിന്നെ തേടി നടപ്പാണ്. ചൊല്ലിയ കാലത്തെ നമ്മൾ ഒന്നല്ലേ, പറയാതെ എന്തോ നീയും അറിഞ്ഞില്ലേ. ഒന്നും മാറൂല, നിന്നെ ഞാൻ വിട്ട് പിരിയൂല. ഓർമ്മ പിടയുന്ന നെഞ്ചകം ആരും കാണൂല. ാണ് പെട്ടെന്നീ നൽകി ഒളിവാണ്. മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ്. ഒന്ന് കാണാനായി കൽവയോടി തളർന്നില്ലേ. ഒടുവിൽ നീ ആർക്കും നിലാവിൻ തീരത്തണഞ്ഞില്ലേ. റബ്ബിൻ വിധി പോലെ ഇവിടം നാം ഒന്നായി ചേർന്നില്ലേ. പൂവിന്റെ പാതിയായി ഇനി നമ്മോത്തോളം ഒന്നല്ലേ. വില്ലിന്തേനാണ് പെണ്ണെ നീ കൽവിൽ ഒളിവാണ്. മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടക്കാണ്. ഭഗത്തായി പൂമുത്ത് നെഞ്ചിൽ നീയല്ലാതാരാണ്. മനസ്സിൽ മോറാതുമായി നിന്നെ കാത്തിരിപ്പാണ്. മഴവില്ലിൻ തേനാണ് പെണ്ണെ നീ കൽവിൻ ഒളിവാണ്. മനസ്സിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ്. ഇത്രയുള്ളൂ. തൂക്കി ഇട്ടത് കാണും എന്താ. എനിക്ക് മനസ്സിലായില്ലടാ. അല്ല ഞാൻ പോട്ടെ, ഈ പാട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചോദിച്ചു ഫസിത. ആ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല, എവിടുക്ക പോകുന്നു, എന്തെന്ന് കഥ ഒന്നും മനസ്സിലാവുന്നില്ല, അതൊന്ന് ചോദിച്ചു നേരത്തെ. അതന്നെ ജാബിന്റെ എവിടെ പോണേ? ഞാൻ ഒന്നും അറിയുന്നില്ല. ഒന്നും അറിയുന്നില്ല. ഇല്ല, അതുകൊണ്ടല്ല അറിയണടുത്ത്. അത്ഭുതങ്ങളൊക്കെ അല്ലേ നടന്നോണ്ടിരിക്കണം. നടക്കട്ടെടാ, നടക്കട്ടെ. അങ്ങനെ വരും. നമ്മളൊക്കെ അന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടല്ലോ. ജാബിത നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? ആ ഓക്കെ, ഇൻഷാല്ലാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് അപ്പൊ ആ എല്ലാവരും പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആ, അതില് കേറി വന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ല ഇതൊക്കെ കൂടി എവിടേക്കാ മുടഞ്ഞെടുക്കാന്ന് അറിയില്ല. അതെ 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 അതെ. എനിക്കാണെങ്കിൽ വലിയ എന്തായാലും നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കാം എവിടെയൊക്കെ. ആ ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ. തണുപ്പ് കുറച്ചും കൂടി ഉണ്ടാവും തോന്നുന്നു. നമുക്ക് ആ സോറ ബീച്ച് തന്നെ നല്ലത് തോന്നുന്നു. അങ്ങനെ എനിക്ക് നല്ലത്. ഇൻഷാ അള്ളാ ഇരിക്കാം. ഇൻഷാല്ലാ ഇൻഷാല്ലാ ആയിക്കോട്ടെ. ശരിയടാ എന്നാ. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ഇൻഷാല്ലാ. ബൈ. എല്ലാവരോടും ബൈ ബൈ. അപ്പൊ എല്ലാവരോടും നാളെ കാണാം. ഞാനിവിടെ പറയുന്നത് എനിക്കും എന്റെ പച്ചിത്താത്താക്കും പിന്നെ പഠിച്ചോന്നല്ലാതെ വേറെ ആർക്കും അറിയില്ല. സത്യം. പക്ഷെ ചിലപ്പോ തെറ്റിദ്ധരിക്കാനും വഴിയുണ്ടാളാ.
അതും കൂടി നീ നോക്കണം. അപ്പൊ എന്നെ തെറ്റിദ്ധരിക്കാതെ വേണം നീ കമന്റ് ഇടാൻ. അപ്പൊ ഓക്കെ, ബൈ ബൈ.